നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ക്ഷേത്രത്തിൽ മോഷണം. കുളത്തൂപ്പുഴ മൈലമൂട് മാത്രക്കരിക്കം ചതുപ്പിൽ ക്ഷേത്രക്കാവിലാണ് മോഷണം നടന്നത്. നിലവിളക്കുകളും പണവും അപഹരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയുടെ കൈയും കാലും കേന്ദ്ര സർക്കാർ അരിഞ്ഞുവെന്ന് മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി.കെ. ശ്രീമതി. സ്ത്രീകളുടെ അന്തസ്സിന് വില കൽപ്പിക്കാത്ത സർക്കാരാണ് കേന്ദ്രത്തിലുള്ളതെന്ന് കുറ്റപ്പെടുത്തൽ. ദളിതരും ന്യൂനപക്ഷങ്ങളും രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നെന്നും പി.കെ. ശ്രീമതി. കൊല്ലം ചെന്നൈ കൊയിലോൺ മെയിലിന്റെ സമയക്രമത്തിൽ മാറ്റം. ഗുരുവായൂർ മധുര എക്സ്പ്രസിന്റെ സമയത്തിലും മാറ്റം. ജനുവരി 1 മുതൽ പുതിയ സമയക്രമം നിലവിൽ വരും. വിദ്യാഭ്യാസ ധനസഹായവും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. കുന്നത്തൂർ പള്ളിക്കൽ പഞ്ചായത്തിലെ 24 കരയോഗങ്ങളിലാണ് വിദ്യാഭ്യാസ ധനസഹായം വിതരണം ചെയ്തത്. എൻഡോമെന്റുകളും വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കുളത്തൂപ്പുഴയിൽ ക്ഷേത്രത്തിൽ മോഷണം. കുളത്തൂപ്പുഴ മൈലമൂട് മാത്രക്കരിക്കം ചതുപ്പിൽ ക്ഷേത്രക്കാവിലാണ് മോഷണം നടന്നത്. നിലവിളക്കുകളും പണവും അപഹരിച്ചു. രാവിലെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന 50-ലധികം നിലവിളക്കുകൾ അപഹരിച്ചു. പൂജയ്ക്കുപയോഗിക്കുന്ന വിളക്കുകളും മോഷ്ടാക്കൾ കൊണ്ടുപോയി. ക്ഷേത്ര പൂജാരി നാട്ടുകാരെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രധാനമായും ക്ഷേത്ര കവർച്ച നടത്തുന്ന മോഷ്ടാക്കളെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണമെന്ന് പോലീസ് പറഞ്ഞു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാവിൽ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ എത്താറുണ്ട്. നേർച്ചയായി ലഭിച്ച വിളക്കുകളാണ് മോഷണം പോയത്. നിത്യപൂജയില്ലാത്ത ക്ഷേത്രമായതിനാൽ കഴിഞ്ഞ 21 വരെ ഭക്തർ കാവിൽ വിളക്കുകൾ കത്തിച്ച് പൂജ നടത്തിയിരുന്നു. അതിനുശേഷമാണ് വിളക്കുകളെല്ലാം മോഷണം പോയത്. പ്രദേശത്ത് വന്യജീവി ശല്യവും രൂക്ഷമാണ്. അതുകൊണ്ടാണ് ഭക്തർ എല്ലാ ദിവസവും ഇവിടെ എത്താത്തത്. അവധി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും നിരവധി ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ മൈലമൂട് മാത്രക്കരിക്കം ചതുപ്പിൽ ക്ഷേത്രക്കാവ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. തെന്മലയിൽ ആധുനിക ടൂറിസം പദ്ധതികളും ഫയർ സ്റ്റേഷനും വേണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ധനമന്ത്രിക്ക് നിവേദനം നൽകി. പരിസ്ഥിതി സൗഹാർദ്ദമായ രീതിയിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്നാണ് പ്രധാന ആവശ്യം. തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ആധുനിക രീതിയിലുള്ള വികസന പദ്ധതികൾ നടപ്പാക്കണമെന്ന ആവശ്യവുമായാണ് ഡിവൈഎഫ്ഐ ഇടമൺ മേഖലാ കമ്മിറ്റി ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന് നിവേദനം നൽകിയത്. പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്നാണ് ആവശ്യം. തെന്മലയിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിനനുസൃതമായി വരുമാനം വർദ്ധിപ്പിക്കാൻ ഗ്ലാസ് ബ്രിഡ്ജ് പോലുള്ള ആധുനിക വിനോദോപാധികൾ അനിവാര്യമാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി ഇവിടെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള അഡ്വഞ്ചർ ടൂറിസം പദ്ധതികൾക്ക് വലിയ സാധ്യതയാണുള്ളത്. തെന്മലയുടെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിലൂടെ സർക്കാരിന് മികച്ച വരുമാനം ലഭിക്കുമെന്നും പ്രാദേശികമായ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുമെന്നും നേതാക്കൾ മന്ത്രിയെ അറിയിച്ചു. ഡിവൈഎഫ്ഐ ഇടവൺ മേഖലാ കമ്മിറ്റി ബാബുസാഹിബിനെ നേരിട്ട് കാണുകയും ഞങ്ങളുടേതായ ഒരു നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തെന്മല പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ എക്കോ ടൂറിസം, ആധുനിക രീതിയിലുള്ള എക്കോ ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കണം. അതേപോലെ തന്നെ ഇപ്പം മൂന്നാറിലേക്ക് ആരംഭിച്ചാണ് ഒരു ഗ്ലാസ് ബ്രിഡ്ജ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് ഇവിടുത്തെ ടൂറിസം സാധ്യതകളെ വികസിപ്പിച്ച് ഇപ്പോൾ തന്നെ നമുക്ക് അറിയാം തെന്മല സഞ്ചാരികളുടെ വളരെയധികം ഒരു വരവുണ്ട്. അപ്പൊ ഇത്തരം പുതിയ പ്രവൃത്തികൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളുടെ വരവ് കൂടുകയും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. അത് ആവശ്യപ്പെട്ട നിവേദനം കൊടുക്കും. തെന്മല പരിസ്ഥിതി ലോല പ്രദേശമാണ്. അതിനാൽ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ വേണം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആധുനിക രീതിയിലുള്ള ടൂറിസം പദ്ധതികൾ ഇവിടെ പ്രായോഗികമാണോ എന്നത് ശാസ്ത്രീയമായി പരിശോധിച്ച് നടപ്പാക്കണം. തെന്മല ആര്യങ്കാവ് മേഖലകളിൽ തീപിടുത്തമോ മറ്റ് അത്യാഹിതങ്ങളോ ഉണ്ടായാൽ കിലോമീറ്ററുകൾ അകലെയുള്ള പുനലൂരിൽ നിന്നുമാണ് നിലവിൽ അഗ്നിരക്ഷാസേന യൂണിറ്റുകൾ എത്തുന്നത്. ഇത് പലപ്പോഴും രക്ഷാപ്രവർത്തനം വൈകാനും അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാനും കാരണമാകും. അതിനാൽ ഈ മേഖലയിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നും ഡിവൈഎഫ്ഐ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അഖിൽ ചന്ദ്രൻ, പ്രസിഡന്റ് നൌഫൽ, ട്രഷറർ അരുൺ, വിൽസൺ, നന്ദു എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. അതോടൊപ്പം തന്നെ നമ്മുടെ തെന്മല ആര്യങ്കാവ് പഞ്ചായത്തുകളിൽ ഒരു തീപിടുത്തം എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഫയർ സർവീസ് പുനലൂരിൽ നിന്ന് ആര്യങ്കാവിലേക്ക് എത്തുമ്പോൾ തന്നെ വളരെയധികം സമയമെടുക്കും. അതുകൊണ്ട് വളരെ കാലമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് തെന്മല കേന്ദ്രീകരിച്ച ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്ന്. അപ്പൊ അതും അതോടൊപ്പം ഒരു നിവേദനമായിട്ട് ബാലവസാഹിബിന് കൊടുത്തുകൊണ്ട് അദ്ദേഹം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ. ന്യൂസ് ബ്യൂറോ, തെന്മല.
കൊല്ലം ജില്ലയിൽ ത്രിതല പഞ്ചായത്ത് സമിതികളിലേക്ക് വിജയിച്ചവർക്ക് സ്വീകരണം നൽകി. കോർപ്പറേഷൻ പ്രതിനിധികൾക്കും ഇതോടൊപ്പം സ്വീകരണം നൽകി. INTUC കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. INTUC കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊല്ലം ജില്ലയിൽ നിന്നും ത്രിതല പഞ്ചായത്ത് സമിതികളിലേക്ക് വിജയിച്ചവർക്ക് സ്വീകരണം നൽകിയത്. ഇതോടൊപ്പം കൊല്ലം കോർപ്പറേഷൻ മേയർ AK ഹഫീസ്, ഡെപ്യൂട്ടി മേയർ ഉദയ സുകുമാരൻ, കൌൺസിലർമാർ എന്നിവർക്കും സ്വീകരണം നൽകി. കൊല്ലം ബീച്ചിലായിരുന്നു INTUCയുടെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കിയത്. PC വിഷ്ണുനാഥ് MLA സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലയിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് ഇലക്ഷന് ശേഷം 110 സീറ്റിൽ UDF കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, കോർപ്പറേഷൻ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തതുപോലെ നമ്മളെല്ലാവരും പ്രിയപ്പെട്ട ശ്രീ നാസറും INTUCയുടെ എല്ലാ സഹപ്രവർത്തകരും ഇങ്ങനെ മനോഹരമായ ഒരു വേദി ഈ ഞായറാഴ്ച വൈകുന്നേരം സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. മേയർ AK ഹഫീസ്, DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, D ഗീതാകൃഷ്ണൻ, P ജർമിയാസ്, സൂരജ് രവി, ഡെപ്യൂട്ടി മേയർ ഉദയ സുകുമാരൻ, H അബ്ദുൾ റഹ്മാൻ, കൃഷ്ണവേണി G ശർമ്മ, B ശങ്കരനാരായണപിള്ള, കോതേത്ത് ഫാസുരൻ, TR ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KSEBയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കണ്ണനല്ലൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത്. വർദ്ധിച്ചുവരുന്ന വൈദ്യുതി അപകടങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് KSEB കണ്ണനല്ലൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചത്. ക്രിസ്മസ് പുതുവത്സര പരിപാടിയുടെ ഭാഗമായാണ് കണ്ണനല്ലൂർ വൈദ്യുതി സെക്ഷൻ പരിധിയിലുള്ള വൈദ്യുതി ഉപഭോക്താക്കൾക്കായി ബോധവൽക്കരണം നടത്തുന്നത്. മാങ്ങയും ചക്കയും ഉൾപ്പെടെ അടർത്തുന്നതിന് ഇപ്പോൾ ഇരുമ്പ് തോട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് അപകടം വിളിച്ചുവരുത്തും. മുള കൊണ്ടുള്ള തോട്ടികൾ ഉപയോഗിച്ചാൽ അപകടം പരമാവധി ഒഴിവാക്കാമെന്നും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി KSEB അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. വൈദ്യുതിയുമായി സമ്പർക്കം ഏർപ്പെടുന്ന സമയങ്ങളിൽ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ റാലിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തന്നെ ലൈന് സമീപമുള്ള വൃക്ഷങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് മാവ്, ചക്ക, മുരിങ്ങ ഇതെല്ലാം ധാരാളം ഇപ്പോൾ ഉണ്ടാകുന്ന സമയമാണ്. അങ്ങനെ ഇതെല്ലാം പറിച്ചെടുക്കുന്നതിന് വേണ്ടി ലോഹത്തോട്ടികളാണ് ഇപ്പം പബ്ലിക് ഉപയോഗിക്കുന്നത്. അതുമൂലം ധാരാളം അപകടങ്ങൾ നമ്മളെ വൈദ്യുതി ലൈനിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് അത് ഒഴിവാക്കാൻ ഒരു നല്ലൊരു അവബോധം പബ്ലിക്കിന് കൊടുക്കണം. അതാണ് നമ്മളെ മുഖ്യ ലക്ഷ്യം. അതുകൂടാതെ തന്നെ ലൈന് സമീപമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ നടക്കുന്നുണ്ട്. അത് ഒഴിവാക്കണം. കൂടാതെ വയറിംഗ് സംബന്ധമായ ജോലികൾ നടത്തുമ്പോൾ ELCB സ്ഥാപിക്കുക, അത് പബ്ലിക്കിന് അതിനൊരു അവയർനെസ് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ മുൻനിർത്തി ഈ ഇന്നത്തെ റാലി കൊണ്ട്, സുരക്ഷാ റാലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളിൽ പ്ലക്കാർഡുമായാണ് ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. രാജ്യത്ത് 15 കോടി സ്ത്രീകൾ ജീവിക്കാനായി ആശ്രയിക്കുന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൈയും കാലും കേന്ദ്ര സർക്കാർ അരിഞ്ഞുവെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി. അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സ്ത്രീകളുടെ അന്തസ്സിന് വില കൽപ്പിക്കാത്ത സർക്കാരാണ് കേന്ദ്രത്തിലുള്ളതെന്നും PK ശ്രീമതി കുറ്റപ്പെടുത്തി. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി. പദ്ധതി പണം സംസ്ഥാനങ്ങൾക്ക് തരില്ലെന്ന് കേന്ദ്രം തീരുമാനിച്ചു. ഇത് പദ്ധതിയെ ആകെ തകർക്കലാണ്. ഇതിനെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിൽ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ഒന്നാകെ പങ്കെടുക്കണമെന്നും PK ശ്രീമതി പറഞ്ഞു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം പോളയത്തോട്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. രാജ്യത്ത് സ്ത്രീകളുടെ അന്തസ്സിന് വില കൽപ്പിക്കാത്ത സർക്കാരാണ് അധികാരത്തിലുള്ളത്. മണിപ്പൂരിൽ കണ്ടതും ഇതാണ്. ദളിതരും ന്യൂനപക്ഷങ്ങളും രാജ്യത്ത് വ്യാപകമായി ആക്രമിക്കപ്പെടുകയാണെന്നും PK ശ്രീമതി പറഞ്ഞു. ഇന്ത്യക്കകത്ത് ഏറ്റവും ശക്തമായ പ്രക്ഷോഭം തൊഴിൽ നഷ്ടപ്പെടുന്നത്, ദിവസങ്ങൾ നഷ്ടപ്പെടുന്നത്, കൂലി നഷ്ടപ്പെടുന്നത്, അനുഭവിക്കുന്ന പണം തരാതിരിക്കുന്നത്, അത് മാത്രമല്ല ക്രമേണ ഈ പദ്ധതി തന്നെ, ഈ നിയമം തന്നെ വേണ്ടാന്ന് വെക്കുന്നിടത്തേക്ക് എത്തണം എന്നുള്ളതാണ് അവരുടെ ഉള്ളിലിരിപ്പ്. ഇതിനെതിരെ ഈ പാവപ്പെട്ട ജനങ്ങളോടുള്ള ശത്രുതാ മനോഭാവം അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
ഈ രാജ്യത്തെ തൊഴിലാളികൾ വളരെ ശക്തമായി, പ്രത്യേകിച്ച് നമ്മുടെ സംഘടന തന്നെ അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ദിവസങ്ങളിലെ ഒരു ദിവസം വലിയ പ്രക്ഷോഭം 22-നും 20-നും വലിയ പ്രക്ഷോഭം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നല്ല ശക്തമായി മഹിളാ അസോസിയേഷൻ അവരെ പ്രക്ഷോഭം നടത്താൻ പോകുമ്പോൾ മഹിളാ അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് അവിടെ പോയി കൊടിപിടുത്ത് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയണം. പോളയത്തോട് NS സ്മാരകത്തിലാണ് സമ്മേളനം നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സബിത ബീഗം, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രസന്ന ഏണസ്റ്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം C രാധാമണി, B ജയന്തി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാല വാർഷികവും നാടകോത്സവവും സംഘടിപ്പിക്കുന്നു. ജനുവരി 1 മുതൽ 7 വരെയാണ് നാടകോത്സവം നടക്കുന്നത്. 1-ന് വൈകിട്ട് വിളംബര ഘോഷയാത്ര നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചവറ പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ വാർഷികവും നാടകോത്സവവുമാണ് ജനുവരി 1 മുതൽ 7 വരെ നടക്കുന്നത്. 1-ന് വൈകിട്ട് 5-ന് ഇടപ്പള്ളിക്കോട്ട ജംഗ്ഷനിൽ നിന്നും വിളംബര ഘോഷയാത്ര നടക്കും. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വയലാറിന്റെ ഗാനങ്ങളുടെ ആലാപനം, നാടക ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള മധുരിക്കും ഓർമ്മകളെ, സംഗീതമാല എന്നിവയും നടക്കും. 2-ന് വൈകിട്ട് 5-ന് അക്ഷരക്കൊടിയേറ്റ്. 6:30-ന് നാടകസന്ധ്യയും വാർഷികവും PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. രാത്രി 7:45-ന് നാടകം അരങ്ങേറും. എല്ലാ ദിവസവും രാത്രി 7:45-നാണ് നാടകങ്ങൾ ആരംഭിക്കുന്നത്. 2-ാം ദിവസം വൈകിട്ട് 6-ന് ONV സ്മരണ സംഘടിപ്പിക്കും. 7-ന് വൈകിട്ട് സമാപന സമ്മേളനം RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. കരുനാഗപ്പള്ളി ACP പ്രദീപ് കുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. യൂസഫ് കുഞ്ഞ് വിവിധ വ്യക്തികളെ ആദരിക്കും. ഗ്രന്ഥശാല പ്രസിഡന്റ് പൊന്മന നിശാന്ത്, സെക്രട്ടറി K ഹൃദയകുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ T ബിജു, D ഷാജി, വനിതാ ലൈബ്രറിയൻ P അനിത എന്നിവരാണ് ഈ കാര്യം അറിയിച്ചത്. പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ 73ാമത് വാർഷികാഘോഷം ജനുവരി മാസം 2-ാം തീയതി മുതൽ 7-ാം തീയതി വരെ നടക്കുകയാണ്. 6 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന വലിയൊരു പരിപാടിയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തി വരുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ ട്രൂപ്പുകൾ, 6 നാടക ട്രൂപ്പുകൾ ഇവിടെ 6 ദിവസങ്ങളിലായി നാടകങ്ങൾ അവതരിപ്പിക്കാൻ വരുന്നുണ്ട്. നിരവധി സമ്മേളനങ്ങൾ, കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള സമ്മേളനങ്ങളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനുവരി മാസം 2-ാം തീയതി PC വിഷ്ണുനാഥ് MLA നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം 2-ാം ദിവസം ഓർമ്മകളിൽ ONV, ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ എന്ന ഒരു സമ്മേളനമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഖത്തല ശ്രീകുമാറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നാടക സന്ധ്യയുമായി ബന്ധപ്പെട്ട് ജനുവരി 1-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ഇടപ്പള്ളിക്കോട്ടയിൽ നിന്നും ആരംഭിക്കുന്ന ഗംഭീര വിളംബര ഘോഷയാത്ര ഈ പ്രദേശത്തെ ആബാലവൃദ്ധ ജനങ്ങളും ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും ഇതൊരു വലിയ വിജയമാക്കി തീർക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ പ്രദേശത്ത് വളർന്നു വരുന്ന കലാകാരന്മാരും കലാകാരികളും കൊച്ചുകുട്ടികളും അങ്ങനെ തുടങ്ങുന്ന എല്ലാവർക്കും അന്നേ ദിവസം നമ്മുടെ സ്റ്റേജിൽ അവരുടെ ഓരോരുത്തരുടെയും കഴിവ് വെളിപ്പെടുത്തത്തക്ക രീതിയിലുള്ള പരിപാടികൾ, തിരുവാതിര, ഡാൻസ്, കവിത ആലാപനം തുടങ്ങുന്ന നിരവധി പരിപാടികൾ അന്നേ ദിവസം ഇവിടെ നടത്തപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. വിദ്യാഭ്യാസ ധനസഹായവും സ്കോളർഷിപ്പ് വിതരണവും നടത്തി. കുന്നത്തൂർ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പള്ളിക്കൽ പഞ്ചായത്തിലെ 24 കരയോഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ ധനസഹായവും സ്കോളർഷിപ്പ് വിതരണവും നടത്തിയത്. കുന്നത്തൂർ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ 24 കരയോഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് NSSന്റെ വിദ്യാഭ്യാസ ധനസഹായവും യൂണിയൻ സ്കോളർഷിപ്പ്, വിവിധ മെറിറ്റ് സ്കോളർഷിപ്പുകൾ എന്നിവ വിതരണം ചെയ്തത്. യൂണിയന്റെ വിവാഹ ചികിത്സ എൻഡോമെന്റ്, കരയോഗം നിർമ്മാണ ഗ്രാന്റ് എന്നിവയുടെ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. യൂണിയൻ പ്രസിഡന്റ് VRK ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പള്ളിക്കൽ പഞ്ചായത്തിലെ പ്രതിഭാസംഗമ പരിപാടി കഴിഞ്ഞ 25-ാം തീയതി കഴിഞ്ഞു. ശൂരനാട് തെക്ക് വടക്ക് പഞ്ചായത്തുകളുടെ പരിപാടി അതും 25-ാം തീയതി ഉച്ച കഴിഞ്ഞ് ദേവിയാട് ചോദ്യത്തിൽ വെച്ച് നടന്നു. ഇന്നിപ്പോൾ ശൂരനാട് കോരുവഴി കുന്നത്തൂർ പഞ്ചായത്തിൻ്റെ പരിപാടികളാണ് ഇവിടെ വെച്ച് നടക്കുന്നത്.
ഇനി വരുന്ന 11-ാം തീയതി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച്, അതായത് നമ്മുടെ NSSന്റെ താലൂക്ക് യൂണിയൻ ഓഫീസിൽ വെച്ച്, നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ശാസ്താംകോട്ട പഞ്ചായത്തിലെയും പടിഞ്ഞാറേക്കര പഞ്ചായത്തിലെയും കരയോഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്കുള്ള അവാർഡ് ദാനങ്ങളും മെറിറ്റ് അവാർഡുകളും സർവോപരി ഈ താലൂക്കിലെ മൊത്തത്തിൽ അനുമോദനത്തിന് അർഹരായിട്ടുള്ളവരുടെ അവാർഡ് വിതരണവും ഒന്നിച്ച് നടത്തുകയാണ്. വൈസ് പ്രസിഡന്റ് തോട്ടുവ മുരളി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി M. അനിൽകുമാർ കരയോഗ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. യൂണിയൻ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് N. സോമൻപിള്ള SSLC മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് അവാർഡുകൾ SS ഗീതാഭായിയും വിവാഹ ചികിത്സാ ധനസഹായ വിതരണം D. ബസന്തും നിർവഹിച്ചു. യൂണിയൻ ഭരണസമിതി അംഗം ഉഷാ മുരളി സ്വാഗതവും NSS ഇൻസ്പെക്ടർ ഷിജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടി പുനലൂരിൽ സംഘടിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ ക്ലാസ് എടുത്തു. എന്താണ് നവകേരളം? ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്താ എല്ലാ മേഖലയിലും വികസിതമായത്? എല്ലാ മേഖല എന്ന് പറയുമ്പോൾ നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടി സംഘടിപ്പിച്ചു. കലയനാട് പുനലൂർ സർവീസ് കോഓപ്പറേറ്റീവ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ആമുഖ അവതരണം RP ബാലചന്ദ്രൻ നായർ നിർവഹിച്ചു. കേരളം രൂപീകരിച്ചതിന് ശേഷം ഇന്ന് കേരളത്തിലെത്തി നിൽക്കുന്ന രീതിയിലുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് രൂപപ്പെട്ടത്? ഇപ്പം നവകേരളം എന്ന വാക്കുകൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? എന്തുകൊണ്ട് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകണം? ഈ പരിപാടി എങ്ങനെ സംഘടിപ്പിക്കുന്നു? എന്താണ് അതിൻ്റെ സംവിധാനം? ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഈ പരിപാടിയെ സംബന്ധിച്ച് ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ, നിങ്ങൾ വായിക്കുമ്പോൾ ജനങ്ങളിലേക്ക് എത്തി അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ചർച്ചകളിൽ അവരെ പങ്കെടുപ്പിച്ച് നയരൂപീകരണത്തിൻ്റെ ഭാഗമാക്കുക. അപ്പോൾ ഏത് സർക്കാരിനും പ്രവർത്തിക്കണമെങ്കിൽ അതിന് കൃത്യമായ ഒരു നയപരിപാടി ഉണ്ടാവണം. പോളിസി എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. സാധാരണയായി സർക്കാരുകളുടെ പോളിസി തീരുമാനിക്കുന്നത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നണിയോ. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്ന പോളിസിയിൽ അല്ലെങ്കിൽ നയത്തിൽ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ റോളൊന്നും ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് നയം രൂപീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലോകത്ത് അങ്ങനെ ഒരു സർക്കാർ ഇതുവരെ ചെയ്തിട്ടില്ല. ശശാങ്ക് കുമാർ K, ടെസി ചാക്കോ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ജനപങ്കാളിത്തത്തോടെ പദ്ധതികൾ നടപ്പിലാക്കുക, വികസനക്ഷേമ പദ്ധതികളുടെ ഇന്നലെയിലുള്ള അനുഭവങ്ങൾ, നേടിയ വികസനങ്ങൾ, ഇനിയും മാറ്റം വരുത്തേണ്ട പദ്ധതികൾ, പുതുതായി വരുത്തേണ്ട പദ്ധതികൾ, കഴിഞ്ഞ കാലങ്ങളിൽ വരുത്തിയ വികസനങ്ങളിൽ വന്ന പോരായ്മകൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് ക്ലാസുകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള സാഹിത്യ അക്കാദമിയുടെ ക്വീർ സാഹിത്യ ശില്പശാല തെന്മലയിൽ നടത്തി. അരങ്ങ് എന്ന പേരിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ക്യൂർ സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചത്. അരങ്ങ് എന്ന പേരിൽ തെന്മല ശെന്തുരുണി വനവിജ്ഞാന കേന്ദ്രത്തിലായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. ക്യൂർ സാഹിത്യം പ്രസിദ്ധീകരണത്തിലെ വെല്ലുവിളികൾ എന്ന വിഷയത്തെക്കുറിച്ച് AG ഒലീന ക്ലാസ് നയിച്ചു. ചില വർണ്ണങ്ങൾക്കിടയിലെ ചില വിടവുകളിൽ ഏറെ നേരം നിന്ന് അപ്പുറവും ഇപ്പുറവും വിശകലനം ചെയ്ത് സൂക്ഷ്മതയിൽ പോകുമ്പോൾ ആന്തരാനുഭവങ്ങളുടെ തീക്ഷ്ണത എത്രമാത്രം അഗാധമാണെന്നും എത്ര സൂക്ഷ്മതയിൽ പോകുന്നുവെന്നും അതിന്റെ സൂക്ഷ്മതയാണ് അതിന്റെ അടിസ്ഥാന രാഷ്ട്രീയമെന്നും ബോധ്യപ്പെടുമ്പോൾ ആദ്യം ഇതിന്റെ പ്രസിദ്ധീകരണം, പ്രസാധനം, അതിന്റെ പ്രകാശനം അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരുന്നതിനുള്ള ഏറ്റവും വിഘാതമായിട്ട് ഞാൻ കാണുന്ന ഒന്നാമത്തെ ആശയം വ്യാകരണമാണ്. ഭാഷയുടെ വ്യാകരണത്തെ, ഭാഷയുടെ സാഹിത്യഭാഷ സ്റ്റാൻഡേർഡൈസ് എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ആരെങ്കിലും വ്യാകരണത്തിൽ മുറുകെ പിടിച്ചാൽ അത് നോക്കാമെന്ന് പറയും. അതുകൊണ്ട് മലയാള സാഹിത്യം നാളിതുവരെയുള്ള മലയാള സാഹിത്യത്തിലൂടെ സാഹിത്യ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ കടന്നു പോകുന്നവർക്ക് നല്ലോണം അറിയാം. വ്യാകരണത്തെ നിരാകരിച്ചവരാണ് ഏറ്റവും വലിയ ജീവിതത്തിന്റെ വ്യാകരണം നിർമ്മിച്ചവരെന്ന് ബഷീർ മുതൽ ഇങ്ങോട്ട് ഒരു കൂടിയായ ഉദാഹരണമാണ്. CP അബൂബക്കർ സ്വാഗതം പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗം വിജയരാജ മല്ലിക അധ്യക്ഷത വഹിച്ചു. കാഴ്ചപ്പാടുകളിലുണ്ടായ ഏറ്റവും ഭീകരമായ ഇടപെടലിന്റെ അല്ലെങ്കിൽ പ്രവർത്തനക്കുറവിന്റെ ഒക്കെ അടയാളങ്ങളാണ്. അവിടെ ഭാഷയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഭാഷ കൊണ്ട് മുറിവേറ്റ് വീണ് ഒരു വലിയ വിഭാഗത്തിന്റെ ഏറ്റവും ഉദാത്തമായ അനുഭവ പരിസരമുള്ളവരാണ് നമ്മൾ. ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ പ്രസംഗിച്ചു. വ്യാകരണം പറയുന്ന വ്യാജേന സാമൂഹ്യമായ തൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ തമ്പുരാൻ ശ്രമിച്ചിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അതിനെ പിടിച്ചെഴുതുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം ലോകത്ത് എന്ന പോലെ മലയാളത്തിലും സാധ്യമാകുന്നു എന്നുള്ളതാണ് കെയർ സാഹിത്യവും ഈ ക്യാമ്പിൻ്റെയും ആ ക്യാമ്പ് സംഘടിപ്പിക്കാൻ അക്കാദമി മുന്നോട്ട് വെക്കുന്ന ആ ആശയത്തെയും നമ്മൾ നോക്കിക്കാണേണ്ടത്. കവിതയും പ്രതിരോധവും എന്ന വിഷയത്തിൽ ആദിയും, ഉത്തരാധുനിക സാഹിത്യത്തിൽ ക്വീർ സാന്നിധ്യം എന്ന വിഷയത്തിൽ അനസ് എൻ.എസും പ്രഭാഷണം നടത്തി. സംവാദം, കവിതാലാപനം എന്നിവയും നടത്തി. ന്യൂസ് ബ്യൂറോ, തെന്മല. കൊല്ലം ചെന്നൈ കൊയിലോൺ മെയിലിന്റെ സമയക്രമത്തിൽ മാറ്റം. ഗുരുവായൂർ മധുര എക്സ്പ്രസിന്റെ സമയത്തിലും മാറ്റമുണ്ട്. ജനുവരി 1 മുതൽ പുതിയ സമയക്രമം നിലവിൽ വരും. കൊല്ലം ചെന്നൈ കൊയിലോൺ മെയിലിന്റെ സമയക്രമത്തിലാണ് വീണ്ടും മാറ്റമുണ്ടാകുന്നത്. വൈകിട്ട് 4-ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ചെന്നൈയിൽ അടുത്ത ദിവസം രാവിലെ 6:05-ന് എത്തുന്ന നിലയിലാണ് മാറ്റം. പുതിയ സമയക്രമം ജനുവരി 1 മുതൽ നടപ്പാകും. ട്രെയിൻ ഏകദേശം 1.5 മണിക്കൂർ നേരത്തെ ചെന്നൈയിൽ എത്തും. യാത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയക്രമമാണിതെന്ന് വിലയിരുത്തുന്നു. നേരത്തെ ട്രെയിനിന്റെ സമയക്രമം ഉച്ചയ്ക്ക് 12-ന് കൊല്ലത്തു നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം പുലർച്ചെ 3-ന് ചെന്നൈയിൽ എത്തിച്ചേരുന്ന നിലയിലായിരുന്നു. ഇത് 3 മാസം മുമ്പ് മാറ്റം വരുത്തിയിരുന്നു. വൈകിട്ട് 4-ന് കൊല്ലത്തു നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ 7:30-ന് ചെന്നൈയിലെത്തുന്ന രീതിയിലാക്കി. ജനുവരി 1 മുതൽ ഇന്ത്യൻ റെയിൽവേ പുതിയ ടൈം ടേബിൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കൊല്ലം ചെന്നൈ കൊയിലോൺ മെയിലിന്റെ സമയക്രമത്തിലും മാറ്റം വരുത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ചെന്നൈയിലേക്ക് പോകാൻ ഏറ്റവും ഉപകാരപ്രദമായ സർവീസാണ് കൊയിലോൺ മെയിൽ. ഗുരുവായൂർ മധുര എക്സ്പ്രസിന്റെ സമയത്തിലും ജനുവരി 1 മുതൽ മാറ്റം വരും. ഇതുപ്രകാരം ഉച്ചയ്ക്ക് 12:10-ന് പകരം ഇനി 12-ന് ട്രെയിൻ കൊല്ലത്ത് നിന്ന് പുറപ്പെടും. പുനലൂരിൽ നിന്ന് 1:20-ന് തുടങ്ങുന്ന സർവീസ് ജനുവരി മുതൽ 1:10-നായിരിക്കും പുറപ്പെടുക. വൈകിട്ട് 7:20-ന് പുനലൂരിൽ നിന്ന് പുറപ്പെടുന്ന കൊല്ലം മെമു ഇനി 7:35-ന് പുറപ്പെട്ട 8-ന് കൊല്ലത്ത് എത്തിച്ചേരും. മറ്റ് സർവീസുകളുടെ സമയക്രമത്തിൽ കാര്യമായ മാറ്റങ്ങളില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ക്ഷേത്രത്തിൽ മോഷണം. കുളത്തൂപ്പുഴ മൈലമൂട് മാത്രക്കരിക്കം ചതുപ്പിൽ ക്ഷേത്രക്കാവിലാണ് മോഷണം നടന്നത്. നിലവിളക്കുകളും പണവും അപഹരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയുടെ കൈയും കാലും കേന്ദ്ര സർക്കാർ അരിഞ്ഞുവെന്ന് മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി.കെ. ശ്രീമതി. സ്ത്രീകളുടെ അന്തസ്സിന് വില കൽപ്പിക്കാത്ത സർക്കാരാണ് കേന്ദ്രത്തിലുള്ളതെന്ന് കുറ്റപ്പെടുത്തൽ. ദളിതരും ന്യൂനപക്ഷങ്ങളും രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നെന്നും പി.കെ. ശ്രീമതി. കൊല്ലം ചെന്നൈ കൊയിലോൺ മെയിലിന്റെ സമയക്രമത്തിൽ മാറ്റം. ഗുരുവായൂർ മധുര എക്സ്പ്രസിന്റെ സമയത്തിലും മാറ്റം. ജനുവരി 1 മുതൽ പുതിയ സമയക്രമം നിലവിൽ വരും. വിദ്യാഭ്യാസ ധനസഹായവും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. കുന്നത്തൂർ പള്ളിക്കൽ പഞ്ചായത്തിലെ 24 കരയോഗങ്ങളിലാണ് വിദ്യാഭ്യാസ ധനസഹായം വിതരണം ചെയ്തത്. എൻഡോമെന്റുകളും വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.